നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉടൻ തിരുവനന്തപുരത്തേക്ക് തിരിക്കും. അതിരാവിലെ തന്നെ നടൻ ടിനി ടോം, എ. സുരേഷ് അടക്കം നിരവധി പേരാണ് വി.ഡി. സതീശനെ കാണാൻ എത്തുന്നത്. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. വിപിൻ, ഇന്ന് ഈ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എത്തിയതിനു ശേഷമാണ് നിർണായകമായ ചർച്ചകളും കൂടിക്കാഴ്ചകളും എല്ലാം തിരുവനന്തപുരത്ത് നടക്കേണ്ടത്. മന്ത്രിമാർ ആരൊക്കെ എന്ന കാര്യത്തിൽ തീരുമാനം വരേണ്ടതും അതിനുശേഷമാണ്. എപ്പോഴേക്ക്, ഏത് ട്രെയിനിനാണ് അദ്ദേഹം പോകുന്നത്, എപ്പോഴേക്ക് അദ്ദേഹം എത്തും? അതെ, അദ്ദേഹം 10 മണിയോടുകൂടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിക്കും. അവിടെ എത്തിയതിനു ശേഷം വേണം ഘടകകക്ഷികളുമായിട്ടുള്ള യോഗം. അതിനുശേഷം മന്ത്രിതല ചർച്ചകൾ, ആരൊക്കെയാണ് മന്ത്രിമാർ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ, അതിലൊക്കെ തന്നെ ഒരു തീരുമാനം എടുക്കുകയും വേണം. ഇന്നലെയാണ് വൈകിട്ടോടുകൂടി അദ്ദേഹം ഇവിടേക്ക് എത്തിയത്, കൊച്ചിയിലേക്ക് എത്തിയത്. ഇപ്പോൾ ആലുവ ദേശത്തെ വീട്ടിലാണ് അദ്ദേഹം ഉള്ളത്. ഇവിടെ രാവിലെ തന്നെ ടിനി ടോം, ഒപ്പം തന്നെ ഇടവേള ബാബു ഉൾപ്പെടെയുള്ളവർ എത്തുകയും അദ്ദേഹത്തെ കാണുകയും ചെയ്തു. ഒരു അവാർഡ് പരിപാടിക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നടന്മാർ രാവിലെ തന്നെ എത്തിയത്. ഒപ്പം തന്നെ VSന്റെ പേഴ്സണൽ അംഗവും പിന്നീട് UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്ത എ. സുരേഷ് ഇവിടെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അദ്ദേഹവുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. മറ്റ് പ്രധാനപ്പെട്ട ഇവിടുത്തെ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ രാവിലെ ഈ ആലുവ ദേശത്തെ വീട്ടിലേക്ക് എത്തുകയും അദ്ദേഹത്തെ കാണുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ അദ്ദേഹം എത്തിയതിനു ശേഷം ആദ്യം പോയത് വയലാർ രവിയുടെ വീട്ടിലേക്കാണ്. അവിടെ നമ്മൾ ഇന്നലെ കണ്ടതാണ്, ഒരുപാട് സമയം അവിടെ ഇരിക്കുകയും അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. പിന്നീട് പി.ടി. തോമസിന്റെ വീട്ടിലേക്ക് പോകുന്നു, ഉമാ തോമസിനെ കാണുന്നു. അവിടെ നിന്നും നെട്ടൂരിലുള്ള ജ്യേഷ്ഠ സഹോദരന്റെ വീട്ടിലേക്ക് പോയി കുടുംബാംഗങ്ങളുമായി സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം തിരിച്ച് ഇപ്പോൾ ആലുവ ദേശത്തെ വീട്ടിലേക്ക് ഇന്നലെ തന്നെ എത്തിയത്. ഇന്ന് അതിരാവിലെ മുതൽ തന്നെ വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം തന്നെ വി.ഡി. സതീശൻ വിമാനമാർഗം കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തും. അതിനുശേഷമായിരിക്കും നിർണായകമായ ഘടകകക്ഷികളുമായുള്ള കൂടിക്കാഴ്ചകൾ നടക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.